ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇത് പപ്പായ മുറിച്ച് വെച്ചത്. ഇത് രണ്ടും പഞ്ചസാരയും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നു. ക്യാരറ്റിൻ്റെ അത്രയും പഞ്ചസാര ഇടുന്നു. ക്യാരറ്റ്, പപ്പായ, പഞ്ചസാര അടിച്ചിട്ട് പാത്രത്തിലേക്ക് പകർത്തി. ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ സോഡാപ്പൊടി ചേർത്തു, 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു, അതിനുള്ള ഉപ്പ് ചേർത്ത് 1 കപ്പ് കണക്കിന് മൈദപ്പൊടി ചേർക്കണം. മൈദപ്പൊടി ചേർത്ത് ഇതിലേക്കൊരു 4 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇട്ടു. ഓയിൽ ചേർത്തു. ഓയിലിൻ്റെ അത്രയും തന്നെ പാലൊഴിക്കുന്നു. എല്ലാം കൊണ്ട് മിക്സ് ചെയ്തെടുക്കും. ഇതിലേക്ക് കുറച്ച് വാനില ക്രീം ചേർക്കുന്നു. കാരമൽ വാനില ടീസ്പൂണിന് 2 സ്പൂൺ ചേർക്കുന്നത്. മിക്സിങ് ഒരു തുള്ളി വാനില എസൻസ് ചേർക്കും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് അടിച്ചെടുത്ത് കേക്ക് മിക്സ് ആക്കുന്നു. ഗ്രേഡിങ് കൊടുക്കുകയാണ്. ഇത് ഇന്റർനാഷണൽ റെസിപ്പി 23 നമ്പർ 8 എണ്ണ വെട്ടിയിട്ട് കേക്ക് മിക്സ് ഇതിലേക്ക് പകർത്തുന്നു. ഇത് പകുതി ഉണ്ട്. മുടി കുറച്ച് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ഇതിൽ ഇട്ട് ഇത് വീപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ അടുത്ത കേക്കിലേക്ക് എണ്ണ ഇട്ടിട്ട് ബാക്കിയുള്ള ബാറ്റർ ഒരു 7 സെക്കൻഡ്സ് ഉള്ളൂ. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ശബ്ദം കേട്ട് നിന്ന് കഴിയുമ്പോൾ പുറത്തെടുക്കാം. അടുത്ത പാൻ കേക്കിൽ കേക്കിൻ്റെ ബാറ്റർ എടുത്ത് വെച്ചു. ഇതൊരു ഓവനിലല്ല വെക്കുന്നത്. ബേക്ക് കഴിഞ്ഞപ്പം ഓവൻ്റെ ശബ്ദം മുകളിൽ നിന്നും തുറക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാറിയിട്ട് നമുക്ക് കുറച്ച് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചു. ഈ സ്റ്റാൻഡിന് മുകളിലേക്ക് കേക്ക് പാൻ എടുത്ത് വെക്കും. പിന്നെ ഇതൊരു അടപ്പുകൊണ്ട് പോകുക. തീ കുറച്ച് മീഡിയത്തിലിടുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ചിരട്ട കത്തിച്ചിട്ട് ഓവൻ ഹീറ്റ് ചെയ്യുന്നു. കേക്ക് എന്തായി നോക്കാം. ഒന്നും പിടിച്ചിട്ടില്ല.
ഈ തീ എടുത്തിട്ട് ചൂടാറാൻ വെക്കുക. കുറേയായിട്ട് ഈ ഓനിലിരിക്കുകയാണ്. ഗ്യാസ് അടുപ്പിൽ നിന്ന് കനൽ കത്തിച്ചതിൻ്റെ മണ്ടയിലേക്ക് ഇതിനെ മാറ്റി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറക്കാം. വെച്ച വയ്ക്ക് അടുപ്പത്ത് വെച്ച വയ്ക്ക് ചൂടാറി പാത്രത്തിലേക്ക് അമർത്തി. സ്പോഞ്ച് പോലെ പൊങ്ങി വന്നിട്ടില്ല, പൊങ്ങി തന്നു.